ഇന്ന് ജൂൺ 3 ചൊവ്വാഴ്ച. അമ്മൂസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതധാരയിലെ വളരെ പ്രശസ്തമായ ഒരു വാചകം, മഹാനായ പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു വാചകം അന്വർത്ഥമാക്കിയ ഒരു രത്നത്തെ പരിചയപ്പെടുത്തുകയാണ്. നിശ്ചയത്തോടെയും ആത്മവിശ്വാസത്തോടെയും തൻ്റെ സ്വപ്നങ്ങളുടെ പിറകെ സഞ്ചരിച്ചാൽ കയ്യെഴുത്തിപ്പിടിക്കാനാവാത്ത കൊടിമുടികളൊന്നും തന്നെയില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഷൊർണൂർ കണയം തുരുത്തിയിൽ ചാങ്കത്ത് വീട്ടിൽ ശ്രീഷ രവീന്ദ്രൻ. ചെറുപ്പം മുതലേ ഉയരങ്ങളോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ശ്രീഷയ്ക്ക്. 2 പതിറ്റാണ്ട് മുമ്പ് അച്ഛൻ്റെ കൂടെ മലകയറ്റം തുടങ്ങിയ പെൺകുട്ടിയുടെ വിജയകരമായ മറ്റൊരു ദൗത്യം. ഓരോ വർഷവും രാജ്യത്തെ മലകളും ചുരങ്ങളും കയറി ശീലിച്ച ശ്രീഷയുടെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു എവറസ്റ്റ് കീഴടക്കുകയെന്നത്. -40°C വരെയുള്ള കൊടും തണുപ്പിനെയും മറ്റ് പ്രതിസന്ധികളെയും അതിജീവിച്ച് തൻ്റെ സ്വപ്ന സാഫല്യത്തിൻ്റെ നെറുകയിൽ കയറി നിൽക്കുകയാണ് ശ്രീജ. നല്ലൊരു നർത്തകിയും ബാംഗ്ലൂരിൽ ടാക്സി മാനേജറുമായ ശ്രീജ ഇക്കഴിഞ്ഞ ഏപ്രിൽ ആദ്യത്തിലാണ് തൻ്റെ പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 2300 മീറ്റർ ഉയരത്തിലുള്ള ബേസ് ക്യാമ്പിലാണ് ആദ്യം എത്തിയത്. 6900 മീറ്റർ ഉയരമുള്ള ലോബൂച്ചെ പർവ്വതം കീഴടക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം. ഏപ്രിൽ 25-ന് ആ ലക്ഷ്യം പൂർത്തിയാക്കി ബേസ് ക്യാമ്പിൽ വന്ന് വിശ്രമിച്ചു. പിന്നീട് മെയ് 15-ന് എവറസ്റ്റ് കയറ്റം തുടങ്ങി. പിറ്റേന്ന് 6400 മീറ്റർ ഉയരമുള്ള ക്യാമ്പ് 2-ലെത്തി. ഇവിടെ ഒരു ദിവസത്തെ വിശ്രമം. 18-ന് 7100 മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് 3-ലേക്ക്. 5.5 മണിക്കൂർ കൊണ്ട് ക്യാമ്പ് 3-ലെത്തി. 19-ന് പുലർച്ചെ 3-ന് 7920 മീറ്റർ ഉയരമുള്ള ക്യാമ്പ് 4 ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. 9.5 മണിക്കൂർ എടുത്തായിരുന്നു ഈ യാത്ര പൂർത്തിയാക്കിയത്. അവിടെ എത്തിയപ്പോൾ എൻ്റെ സ്വപ്നം കയ്യെത്തിപ്പിടിക്കുന്നതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു ശ്രീജ. പക്ഷേ വഴി ഭയങ്കര കഠിനമായിരുന്നു. 75-80 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന ശക്തമായ ശീതക്കാറ്റ്. ഇടയ്ക്ക് ആ ഹിമക്കാറ്റിൽ കയ്യുറ മാറ്റാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ മുറിവുണ്ടായെന്നും വലത് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയെന്നും ശ്രീജ പറഞ്ഞു. എവറസ്റ്റിൻ്റെ മുകളിലെത്തിയപ്പോൾ അനുഭവിച്ച ആനന്ദം, ആ ആത്മനിർവൃതി എത്രയായിരിക്കും അല്ലേ. നേപ്പാളിയായ ഷെർപ്പ ചക്രറായിയാണ് പർവ്വതാരോഹണത്തിന് തനിക്ക് കൂട്ടായി നിന്നതെന്ന് ശ്രീഷ പറഞ്ഞു. താൻ തിരിച്ചു വരില്ലെന്ന് കരുതിയ നിമിഷങ്ങളായിരുന്നു അവയെന്ന് ശ്രീഷ ഇപ്പോൾ ഓർക്കുന്നു. ആ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് മെയ് 20-ന് രാവിലെ 10:30-ന് 12 മണിക്കൂർ എന്ന കുറഞ്ഞ സമയം കൊണ്ട് ആദ്യ ദൗത്യത്തിൽ തന്നെ 1848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റിൻ്റെ നിറകെ കാലുകുത്തിയ രണ്ടാമത്തെ മലയാളി വനിതയായി ശ്രീഷ. കണ്ണൂർ വേങ്ങോട് സ്വദേശിനിയായ സഫ്രീന ലത്തീഫ് മെയ് 18-ന് എവറസ്റ്റിലെത്തിയിരുന്നു. സഫ്രീനയും കൂടി അടങ്ങുന്ന ബൂട്ട്സ് ആൻഡ് ക്രാംപോൺസ് എന്ന 8-അംഗ സംഘത്തിനൊപ്പമാണ് ശ്രീഷയും കയറിയത്. ഉത്തരേന്ത്യക്കാരായ 3 പേർ കൂടി ഈ ദൗത്യത്തിൽ എവറസ്റ്റ് കീഴടക്കിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം 3 പേർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. 35-കാരിയായ ഈ അമ്മ ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനി കൂടിയാണ്. ഹിമാചൽ പ്രദേശിലെ പിണ്ട് ഉൾപ്പെടെ 5-ലധികം മലനിരകളും ഹിമാലയത്തിലെ 7000 മീറ്ററിലധികം ഉയരമുള്ള നുൻകുൻ കൊടുമുടികളും ശ്രീജ അടുത്തയിടെ കീഴടക്കിയിരുന്നു. യുഎസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജയറാം നായരാണ് ശ്രീഷയുടെ ഭർത്താവ്. ഏകമകൻ 12 വയസ്സുകാരൻ നിരഞ്ജൻ തൈക്വാണ്ടോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാവാണ്. ഇനിയുള്ള ജീവിതപാതയിലും വിജയത്തിൻ്റെ കൊടുമുടികൾ താണ്ടാൻ ഈ കുടുംബത്തിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സസ്നേഹം വിട പറയുന്നു. അമ്മു പ്രിയങ്ക.